Here is a picture story about the relationship between a boy and a tree. Read and appreciate the story. നമുക്ക് താഴെ ഒരു പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. ഒരു ബോയുടെയും ഒരു ട്രീയുടെയും റിലേഷൻഷിപ്പാണ് ആ പിക്ചർ സ്റ്റോറിയിൽ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പിക്ചർ സ്റ്റോറി എന്ന് പറഞ്ഞാലൊക്കെ അറിയണ്ടാവും അല്ലേ? എല്ലാവരും പിക്ചർ സ്റ്റോറി വായിച്ചിട്ടുണ്ടോ? വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലേ നിങ്ങൾ? ടീച്ചറൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് സ്റ്റോറി ബുക്സ് ഉണ്ടായിരുന്നു. ബാലരമ, ബാലഭൂമി, തത്തമ്മ, തളിര് സ്റ്റോറി ബുക്കല്ല, എന്നാലും തളിര് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കാൻ ഒരുപാട് ഈഗർലി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാവർക്കും ഇത് എപ്പോഴും അവൈലബിൾ ആയിരുന്നില്ല. ആരെങ്കിലും വാങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരു പ്രാവശ്യം വാങ്ങും, എന്നിട്ട് അതിങ്ങനെ ബുക്ക് ഇങ്ങനെ പാസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ വാങ്ങും, അതും ഇതുപോലെ പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ബുക്ക് വായിച്ചിരുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ തന്നെ വാങ്ങുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെയല്ല അല്ലേ? ഇപ്പോൾ നമുക്ക് ഏത് ബുക്ക് വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ പേരൻസ് വാങ്ങിത്തരും. പക്ഷെ നമ്മൾ വേണമെന്ന് പറയാറില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ബുക്സൊക്കെ ഒന്ന് വാങ്ങി വായിച്ച് നോക്കുക. ഒരുപാട് ബുക്ക് വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കൊരുപാട് നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരുപാട് കഥകൾ മനസ്സിലാവും. കഥകൾ നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്കൊരുപാട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ ഈ സ്റ്റോറിയിലേക്ക് പോവാം. നമ്മുടെ സ്റ്റോറി എന്താണ്? ദ ഗിവിങ് ട്രീ. വൺസ് ദർ വാസ് എ ട്രീ, ദർ വാസ് എ ലിറ്റിൽ ബോയ് ടു. എവറി ഡേ ദ ബോയ് വുഡ് കം ടു ദ ട്രീ. ദ ട്രീ വാസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഇപ്പോൾ ഒരിടത്തൊരു ട്രീ ഉണ്ടായിരുന്നു, അവിടെ ഒരു ലിറ്റിൽ ബോയും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ ബോയ് ഈ ട്രീയുടെ അടുത്തേക്ക് വരും. ആ ട്രീ ആണ് ആ കുട്ടിയുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ഹി വുഡ് ഗ്യാദർ ഹെർ ലീവ്സ് ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ് ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ ആ ബോയ് ആ ട്രീയുടെ ലീവ്സൊക്കെ ഇങ്ങനെ കൂട്ടി അതുകൊണ്ട് ക്രൗൺസൊക്കെ ഉണ്ടാക്കും, കിരീടമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് കളിക്കും. എന്താ കളിക്കുക? ആ കാട്ടിലെ രാജാവാണ് എന്ന രീതിയിൽ കളിക്കുമായിരുന്നു. He would climb up her trunk, swing from her branches, pluck her fruits and eat them. അതുപോലെ ആ മരത്തിൽ കയറും, എന്നിട്ട് ബ്രാഞ്ചസിൽ ഇങ്ങനെ ഊഞ്ഞാലാടും, എന്ന് ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കും. They would play hide and seek. അവർ ഹൈഡ് ആൻഡ് സീക്കും കളിക്കുന്നുണ്ടായിരുന്നു. When he was tired, he would sleep in her shade. അങ്ങനെ കളിച്ച് ക്ഷീണിക്കുമ്പോൾ ആ ട്രീയുടെ ഷെയ്ഡിൽ അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. The boy loved the tree very much. The tree was very happy. അപ്പോൾ ആ കുട്ടിക്ക് ആ ട്രീ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ട്രീക്ക് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. Time went by. The boy grew up. The tree was often alone. ഒരുപാട് കാലം കഴിഞ്ഞു പോയി. ആ കുട്ടി വലുതായി. ആ ട്രീ പലപ്പോഴും ഒറ്റയ്ക്കായി. One day he came back to the tree. ഒരു ദിവസം ആ കുട്ടി തിരിച്ച് ആ ട്രീയുടെ അടുത്തേക്ക് വരികയാണ്. കം ഡിയർ, ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്, ഈറ്റ് മൈ ഫ്രൂട്ട്സ് ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്, ദ ട്രീ ടോൾ ഹിം. അപ്പോൾ ഈ കുട്ടി വന്നപ്പോൾ ട്രീക്ക് ഒരുപാട് സന്തോഷമായി. ട്രീ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ മരത്തിൽ നീ കയറൂ, എൻ്റെ ബ്രാഞ്ചസിൽ നിന്ന് നീ ഊഞ്ഞാലാടൂ, എൻ്റെ ഫ്രൂട്ട്സ് നീ കഴിക്കൂ, അതുപോലെ എൻ്റെ ഷെയ്ഡിൽ നീ കളിക്കൂ എന്നൊക്കെ ട്രീ ഭയങ്കര ഹാപ്പിയോടുകൂടി ആ കുട്ടിയോട് പറയുകയാണ്. ഐ എം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. ഞാനിപ്പോൾ അങ്ങനെ മരത്തിൽ പിടിച്ച് കയറാനും അതേപോലെ കളിക്കാനൊന്നും ഉള്ള പ്രായമല്ല, ഞാൻ കുറച്ച് വലുതായി. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങണം, ഒരുപാട് സന്തോഷിക്കണം. കെൻ യു ഗീവ് മീ സം മണി, ദ ബോയ് ആസ്ക്ഡ്. എനിക്ക് കുറച്ച് പൈസ തരാൻ സാധിക്കുമോ എന്ന് ബോയ് ആ ട്രീയോട് ചോദിക്കുകയാണ്. ഐ എം സോറി, ഐ ഹാവ് നോ മണി, ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദ സിറ്റി, സെഡ് ദ ട്രീ. അപ്പോൾ ആ ട്രീക്ക് ഭയങ്കര സങ്കടമായി. പറഞ്ഞു, ഐ എം സോറി, എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല, എനിക്ക് ആകെയുള്ളത് ഈ ലീവ്സും ഫ്രൂട്ട്സുമാണ്. നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് കൊണ്ടുപോയി സിറ്റിയിൽ കൊണ്ട് വിറ്റോളൂ എന്ന് പറയുകയാണ്. ഹി ക്ലൈംബ്ഡ് അപ്പ്, ഗ്യാതേർഡ് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ക്യാരിഡ് ദം എവേ. ദ ട്രീ വാസ് ഹാപ്പി. അപ്പോൾ കുട്ടി മരത്തിലേക്ക് കയറി അടുത്ത് കുറേ ഫ്രൂട്ട്സ് കളക്ട് ചെയ്തു, എന്നിട്ട് അതും എടുത്ത് പോയി. അപ്പോൾ ട്രീക്ക് ഒരുപാട് സന്തോഷമായി. വൺ ഡേ the boy, who had now become a man, returned and the tree shook her leaves with joy. Come and play with me, cried the tree. അപ്പോൾ ഒരു ദിവസം ആ ബോയ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു വലിയൊരു മാനായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ട്രീക്ക് ഭയങ്കര സന്തോഷമായി. ട്രീ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് അതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് പറയുകയാണ്, കം ആൻഡ് പ്ലേ വിത്ത് മീ, ക്രൈഡ് ദ ട്രീ. വേഗം വരൂ, എന്നിട്ട് എൻ്റെ കൂടെ കളിക്കൂ എന്നൊക്കെ പറയുകയാണ്.
ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ, എനിക്ക് കളിക്കാനൊന്നും സമയമില്ല. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി, എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ, ക്യാൻ യു ഹെൽപ്പ് മീ, ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീടാണ് വേണ്ടത്, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? ഐ ഹാവ് നോ ഹൗസ് ടു ഗിവ് യു, ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്, നിനക്ക് തരാൻ വേണ്ടി എൻ്റെ അടുത്തൊരു ഹൗസ് ഇല്ല, കാരണം ഈ ഫോറസ്റ്റാണ് എൻ്റെ ഹൗസ്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് ഒരു വീടുണ്ടാക്കാം. സെഡ് ദ ട്രീ. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദം അവേ, അപ്പോൾ അത് കേട്ടതും ആ ട്രീയുടെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അതും എടുത്തുകൊണ്ട് പോയി. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം, അപ്പോൾ ആ ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ ആ ട്രീ ഒരുപാട് സന്തോഷിച്ചു. എഗൈൻ ഹി സ്റ്റേഡ് അവേ ഫോർ എ ലോങ് ടൈം, പിന്നെയും ഒരുപാട് കാലം അയാൾ ആ ട്രീയിൽ നിന്ന് അകന്നു നിന്നു. വെൻ ഹി കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അയാൾ വീണ്ടും തിരിച്ചു വന്നു. ആ സമയത്ത് ആ ട്രീക്ക് ഒരുപാട് സന്തോഷമായി. ആ ട്രീക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കം ആൻഡ് പ്ലേ വിത്ത് മീ, ദ ട്രീ വിസ്പേർഡ്. വന്ന് എൻ്റെ കൂടെ കളിക്കൂ, ആ ട്രീ വിസ്പർ ചെയ്യാണ്, പതുക്കെ പറയുകയാണ്. ഐ എം ടു ഓൾഡ് ടു പ്ലേ, ഞാൻ കളിക്കാനുള്ള പ്രായമൊന്നുമല്ല, എനിക്ക് ഒരുപാട് പ്രായമായി. ഐ വോണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ, എനിക്ക് ഒരു ബോട്ട് വേണം, എനിക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരെ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബോട്ട് എനിക്ക് വേണം. ക്യാൻ യു ഗീവ് മീ എ ബോട്ട്, ദ മാൻ ആസ്ക്ഡ്, എനിക്കൊരു ബോട്ട് തരാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്, യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി, സെഡ് ദ ട്രീ. അപ്പോൾ പറഞ്ഞു, നിനക്ക് എൻ്റെ ട്രങ്ക്, എൻ്റെ തടി നിനക്ക് ഉപയോഗിക്കുക, അതുപയോഗിച്ച് നിനക്കൊരു ബോട്ട് ഉണ്ടാക്കുക, അങ്ങനെ നിനക്ക് ഒരുപാട് ദൂരത്തേക്ക് പോവാം, അങ്ങനെ നീ സന്തോഷമായിട്ടിരിക്കൂ എന്ന ട്രീ പറയുകയാണ്. സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. അങ്ങനെ അയാൾ ആ ട്രീയുടെ ട്രങ്ക് കട്ട് ചെയ്യുകയാണ് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹി വെൻ സെയിലിംഗ് ആൻഡ് നെവർ ഷോഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. അങ്ങനെ ആ ബോട്ട് ഉണ്ടാക്കിയ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് കാലത്തേക്ക് അയാൾ തിരിച്ചു വന്നില്ല. ആഫ്റ്റർ എ ലോങ് ടൈം ഹി കെയിം ബാക്ക് അഗൈൻ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അയാൾ വീണ്ടും വരികയാണ്. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗിവ് യു, മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ, ദ ട്രീ സെഡ് സാഡ്ലി. അപ്പോൾ അയാളെ കണ്ടപ്പോൾ ട്രീ പറയുകയാണ്, അയ്യോ സോറി, എൻ്റെ കയ്യിൽ ഇനി നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല, എൻ്റെ ഫ്രൂട്ട്സും എല്ലാം പോയി, എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, കാരണം തടിയെല്ലാം വെട്ടിയെടുത്തല്ലോ. ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക്, സെഡ് ദ മാൻ. സാരല്ല, എൻ്റെ പല്ലുകളും ഇപ്പോൾ ഭയങ്കര വീക്കാണ് എന്ന് അയാൾ മറുപടി കൊടുക്കുകയാണ്. ദർ ഇസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ, ദ ട്രീ സെഡ്. നിനക്ക് കയറാൻ വേണ്ടിയിട്ട് ട്രങ്കും ഇപ്പോൾ ഇല്ല. ഐ എം ടു ഓൾഡ് ടു ക്ലൈംബ്, ദ മാൻ റിപ്ലൈഡ്. അപ്പോൾ അയാൾ പറയുകയാണ്, അല്ലെങ്കിലും ഞാൻ ഇത്രയും പ്രായമായി, അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലൈംബ് ചെയ്യാനും പറ്റില്ല. ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ് ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. അപ്പോൾ ദ ട്രീ പറയുകയാണ്, സോറി, നിനക്ക് എന്തെങ്കിലും തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഐ എം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റം, ഞാനിപ്പോൾ ഒരു പഴയ മരക്കുറ്റി മാത്രമാണ്. ദ ട്രീ വാസ് വെരി സാഡ്. അങ്ങനെ പറഞ്ഞാൽ ട്രീക്ക് ഭയങ്കര സങ്കടമായി. ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്, ഐ എം വെരി ടയേർഡ്, സെഡ് ദ മാൻ. എനിക്ക് ആവശ്യം കുറച്ച് നേരം സമാധാനത്തിൽ ഇരിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം, അതുമാത്രമാണ് എൻ്റെ ആവശ്യം, ഞാൻ ഒരുപാട് ടയേർഡാണ്. പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. അപ്പോൾ പറയണം, വന്ന് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളൂ. ദ മാൻ സാറ്റ് ഡൗൺ, ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് അഗൈൻ. അങ്ങനെ അദ്ദേഹം വന്ന മരക്കുറ്റിയിലിരിക്കുകയാണ്. ആ ട്രീക്ക് ഒരുപാട് സന്തോഷമായി. ആ ട്രീ വീണ്ടും ചിരിച്ചു. നമുക്കിവിടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. എന്താണ്? നെവർ ഫോർഗെറ്റ് ദോസ് ഹു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടസ്. നമ്മളെ സഹായിച്ചവർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായോ? ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആക്ടിവിറ്റീസ് ചെയ്യാം.